ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഗഡികളെ നമ്മളിന്ന് തൃശ്ശൂർ ഓട്ടോ എക്സ്പോയിലാണ് കേട്ടോ. ഡിസംബറിൽ 2023 ഓൾ കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ നടത്തുന്ന ഓട്ടോ എക്സ്പോയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വർക്ക്ഷോപ്പുകാർക്ക് വേണ്ടതും പൊതുജനങ്ങൾക്ക് അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോ എക്സ്പോയ്ക്ക് പോയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാനായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഈ സെക്ഷനിൽ കാണിക്കുന്നത് കേട്ടോ. ഇത് വർക്ക്ഷോപ്പ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയേണ്ടതും ഉപയോഗിക്കേണ്ടതുമായ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. AC വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പാച്ച് വർക്കർമാർക്കും നോർമൽ മെക്കാനിക്സിനും ആവശ്യമായിട്ടുള്ള ടൂൾസ്, സ്പെഷ്യൽ ടൂൾസ് എന്നിവ മാഗ്നസ് മോട്ടോടെക് എന്ന കമ്പനിയുടെ ഗ്യാരേജ് ടൂൾസും മെഷീൻസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാളാണ് അവിടെ ആദ്യം തന്നെ ഉള്ളത്. പിന്നെ അടുത്ത ഒരു സ്റ്റാളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മാഗ്നസിൻ്റെയാണ്, സോറി, ഇത് അടുത്ത സ്റ്റാളല്ല, ഇത് മാഗ്നസിൻ്റെ ഉണ്ട്. കാരണം വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിന് ശേഷമാണ്. പിന്നെ ഒരു സർവോ എൻജിൻ ഓയിൽ നമുക്കറിയാം. ഈ സർവോൻ്റെ എൻജിൻ ഓയിലിനെ കുറിച്ചും നോർമൽ എൻജിൻ ഓയിലിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. വർക്ക്ഷോപ്പ് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷൻ, ഡ്രാഫ്റ്റ് ട്രേഡേഴ്സിൻ്റെ സെക്ഷനാണ്. ഇനി നമുക്ക് വിപണിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യന്മാർക്ക് ഉപകരിക്കുന്ന ഒരു സെക്ഷനാണ് ഇത്. സൂപ്പറിൻ്റെ സാധനങ്ങൾ, ലൈറ്റ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈറ്റ്സ്. സൂപ്പർ എന്ന് പറഞ്ഞു വെച്ചാൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ്, ഇലക്ട്രീഷ്യന്മാർക്ക് അത്യാവശ്യം നല്ല അറിവുണ്ടാവും സൂപ്പർ എന്ന് പറഞ്ഞ എണ്ണ പറ്റിയിട്ട്. അവർക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ കേട്ടോ. സൂപ്പറിന് റിലയൻസ് ഉണ്ട്, ലൈറ്റ്സ്, ഒരുപാട് വെറൈറ്റി ലൈറ്റ്സ് ഉണ്ട്, വയേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സൂപ്പർ എന്ന ബ്രാൻഡുകാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ ആണ് ഈ കാണുന്നതൊക്കെയാണ് സൂപ്പറിന് ഉള്ളത് കേട്ടോ. ഞാൻ ഉപയോഗിക്കാറുണ്ട് സൂപ്പറിൻ്റെ പ്രോഡക്റ്റ്, പ്രൊമോട്ട് ചെയ്യുന്നല്ല. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ വയർ ലൂപ്പ് ചെയ്യണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ ലോങ് ലെങ്തി ലൂപ്പ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിങ്ങനെ പിന്നെ അത് വേറൊരു ആവശ്യത്തിന് അഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിൻ്റെ കപ്ലർ സിസ്റ്റം 3 വയറ, 4 വയറ, 5 വയറ, 6 വയറ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കപ്ലർ സിസ്റ്റങ്ങൾ, ഫ്യൂസുകൾ, അതുപോലെ തന്നെ ബൾബ്സ്. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പറിൻ്റെ സെക്ഷനാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ പുതിയ പ്രോഡക്റ്റുകൾ, നമ്മൾ കാണാത്ത വിപണിയിൽ കടകളിൽ കാണാത്ത പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ അടുത്തതാണ് ഒസാറാം. നമുക്കറിയാം, മെക്കാനിക്സിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും അത്യാവശ്യം അറിയാം. ഒസാറാമിൻ്റെ ബൾബുകൾ, LED ബൾബുകൾ, നോർമൽ ബൾബുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒസാറാമും ഒരു ലീഡിങ് കമ്പനി തന്നെയാണ്. അപ്പോൾ ഒസാറാമിൻ്റെ ഒരു സ്റ്റാളുണ്ട് അവിടെ. ആ സ്റ്റാളാണ് ഈ കാണുന്നത് കേട്ടോ. ഒസാറാമിൻ്റെ പ്രോഡക്റ്റും സ്റ്റാളും, LED ബൾബ്സ് കാര്യങ്ങൾ ഒക്കെയാണ് ഈ കാണുന്നത്. ബൾബുകളിൽ ആണ് ഒസാറാമിന് മെയിനായിട്ട് ഉള്ളത്. LED ബൾബുകളും നോർമൽ ബൾബുകളും ഹാലജൻ ബൾബുകളും ഒക്കെ ഒസാറാമിൻ്റെ ബ്രാൻഡിൽ ഒസാറാം ഇറക്കുന്നുണ്ട്. അതിൽ വൈപ്പർ ബ്ലേഡും കാര്യങ്ങളൊക്കെ പുതിയത് കണ്ടിട്ടുണ്ട്. ഇത് ഹെവി വണ്ടികളുടെ ഷാക്കിൾ ബുഷ് അങ്ങനത്തെ സാധനങ്ങളാണ് ഈ കാണുന്ന അടുത്ത സെക്ഷൻ. ഒരുപാട് കൗണ്ടേഴ്സ് അവിടെ ഉണ്ട്, ഒരുപാട് കൗണ്ടറുകൾ തുടങ്ങിയിട്ടുണ്ട്. വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ അടുത്ത് എല്ലാ ആളുകളും സ്പെയർ പാർട്സുകാരും
പരമാവധി സ്പെയർ പാർട്സുകാർ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് ഈ കൗണ്ടറുകളിലൂടെ നമുക്ക് മനസ്സിലാവണത് കേട്ടോ. അപ്പോൾ ട്രക്ക് അങ്ങനത്തെ ഇത്, പിന്നെ ഇത് പ്രഷർ വാഷർ അങ്ങനത്തെ ഇത് നമുക്ക് സാധാരണ കസ്റ്റമേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രഷർ വാഷർ, വാക്യൂം ക്ലീനർ അങ്ങനത്തെ സെക്ഷനാണ്. ലീഫ് നേരത്തെ കാണിച്ചില്ലേ വലിയ ഹെവി എക്യുപ്മെൻറ്റ്സിൻ്റെ. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് ഷൂ ആ സെക്ഷനാണ്. ഹൈക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു, ഇവർക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളുടെയും പാസഞ്ചർ കാഴ്സിൻ്റെയും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഹൈക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയും ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത് ഈ എക്സ്പോയിൽ വന്ന കാരണം നമുക്ക് മനസ്സിലായി. അവരുടെ ഇതാണ് കാണിച്ചു തരേണ്ട കാറ്റലോഗ്, ഏതൊക്കെ വണ്ടികൾക്കുണ്ട്. മാരുതി, അതുപോലെ തന്നെ സുസുക്കി, എല്ലാ വണ്ടികൾക്കും, ഫോഴ്സ്, സ്കോഡ, എല്ലാ വണ്ടികൾക്കും ബ്രേക്ക് പാഡ്സ്, ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് ഷൂസ് അത് അവരുടെ അവൈലബിൾ ആണ്. അടുത്തത് ആൽഫ ഓട്ടോ ഏജൻസീസിൻ്റെ ഒരു സ്റ്റോളാണ്. അതിൽ ബൈക്കിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അവരുടെ സ്റ്റോളിൽ കണ്ടത്. അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആ സ്റ്റോളിലുണ്ട് കേട്ടോ. അപ്പോൾ ആൽഫ ഇലക്ട്രോണിക്സ് അതാണ് ഈ സ്റ്റോളിൻ്റെ പേര്. അതുപോലെ തന്നെ ടാറ്റയുടെ EV വണ്ടികൾ, ടിഗോ അതുപോലുള്ള വണ്ടികളുടെ ഇലക്ട്രിക് വണ്ടികളുടെ നെക്സോൺ, ആ ഇലക്ട്രിക് വണ്ടികളുടെ ഇതുണ്ടായിരുന്നു. ഒരു TVS മോട്ടോഴ്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഓയിൽ, HP ഓയിലിൻ്റെ സ്റ്റോളുകളുണ്ടായിരുന്നു. HP ഓയിലിൻ്റെ ഓയിലുകളുടെ സ്റ്റോളുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഓയിൽസ് പുതിയത് വന്നിട്ടുണ്ട്. ന്യൂ ഓയിൽ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്, നമ്മൾ കോമൺ ആയിട്ട് കാണാത്തത്. അതിൻ്റെ സ്റ്റോളുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ HP ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിലെ ബൈക്കിൻ്റെ ലിഫ്റ്റ്, അങ്ങനത്തെ മാനുവൽ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബൈക്ക് മെക്കാനികൾക്ക് ഉതകുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകൾ, ലിഫ്റ്റുകൾ, ആ ഐറ്റംസാണ് ഈ സെക്ഷനിലുള്ള. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ, എക്സ്പോ ഓഫർ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. നിങ്ങൾ ഈ സാധനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പോയിൽ പോയി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു സ്റ്റാളാണ് പിന്നെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കിർലോസ്കറിൻ്റെ ഓയിൽ പ്രോഡക്റ്റിൻ്റെ ഒരു സ്റ്റാള്. കിർലോസ്കറിൻ്റെ എൻജിൻ അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി വലിയ വീഡിയോ ആണ്. അത് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുപോലെ തന്നെ അടുത്ത ഹെവി ജാക്കി, അതുപോലെ തന്നെ ഉള്ള അടുത്ത ഹസാമക്കിൻ്റെ ഒരു സ്റ്റാള്. അതിൽ ബോഷിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നിങ്ങൾ കാണാനുള്ള ഇതാണ്. നമുക്കൊന്നും പറഞ്ഞു തരാനില്ല. പറഞ്ഞു തരാനുള്ള സെക്ഷനുകൾ ഒക്കെ ഞാൻ കൃത്യമായിട്ട് വേറെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഇത് എന്താണ് അവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് കാണും കേട്ടോ. ഇതവിടുത്തെ 2 വീലറിൻ്റെ സ്റ്റിക്കർ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻജിൻ സീലുകൾ, ഓയിൽ സീലുകൾ, അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. 2 വീലറാണ് മെയിൻ. ഇതവിടുത്തെ കാസ്ട്രോളിൻ്റെ ഓയിൽ സെക്ഷനാണ് കേട്ടോ. TVS എന്ന് പറഞ്ഞിട്ട് കാസ്ട്രോള് അങ്ങനത്തെ എല്ലാ ഓയിലുകളും ഉണ്ട്. TVS ഈ പറഞ്ഞ ഇതിൽ പല ബ്രാൻഡുകളും അവർ ചെയ്യുന്ന ഒരു സെക്ഷനാണിത്. TVS എന്ന് പറഞ്ഞിട്ട് പല ബ്രാൻഡുകളും HP ഉണ്ട്, കാസ്ട്രോളിൻ്റെ ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡുകളും അവർ ചെയ്യുകയാണ്. അപ്പോൾ അവർ ഒരുപാട് ബ്രാൻഡുകൾ ചെയ്യുന്നത് ലൂക്ക് അങ്ങനത്തെ. ഇത് അവിടുത്തെ മഹേന്ദ്രയുടെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ.
മഹേന്ദ്രയുടെ സ്പെയർ പാർട്സ് കാര്യങ്ങളുള്ള ഒരു സെക്ഷനാണ്. മഹേന്ദ്ര ബ്രാൻഡ് ഉപയോഗിക്കുന്ന, മഹേന്ദ്ര എന്ന് പറയുന്ന ഇത് ബ്രാൻഡ് ഉപയോഗിക്കുന്ന OE പാർട്സും അതുപോലെ തന്നെ വേറെ അവരുടെ തന്നെ അവരുടെ അതിൽ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവരുടെ സർവീസിലെ ആൾ പറയണമെന്ന വീഡിയോ നമുക്കുണ്ട്. ഇദ്ദേഹമാണ്. അത് നമുക്ക് പിന്നീട് ഇടാം. ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് അതെല്ലാവർക്കും കാണേണ്ട ഒരു വീഡിയോ ആണ്. പിന്നെ ഇത് അവിടെ സുസുക്കിയുടെ ഒരു റോളോൺ എന്ന് പറയുന്ന വണ്ടിയുടെ മെയിനായിട്ട് ഇത് 2 വീലേഴ്സിനാണ് റോളോൺ കാണുക. റോളോൻ്റെ ലൂബ്, ചെയിൻ, അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ റോളോൺ കമ്പനിയുടെ സെക്ഷനാണ് ഈ കാണുന്നത്. പല ബുള്ളറ്റ്സ്, ബൈക്ക്, അങ്ങനത്തെ വണ്ടികളുടെ ചെയിനും സോക്കറ്റും അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു സെക്ഷൻ. അപ്പോൾ അതിൻ്റെ പ്രദർശനം, അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ മോഡൽ വണ്ടികളുടെ ബാക്കിലത്തെ ബെൽറ്റ് സിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, പല ടൈപ്പ് ചെയിനുകളുണ്ട്. ആ ചെയിനുകളുടെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ അത്. അപ്പോൾ ഒരേ ചെയിൻ പല വണ്ടികളിൽ ഉപയോഗിക്കുന്ന ചെയിൻ ഉണ്ട്, ഒറ്റ വണ്ടികളിൽ ഒരേ ഒരു വണ്ടിയുടെ ഉപയോഗിക്കുന്ന ചെയിൻ, അങ്ങനെ പല വെറൈറ്റികൾ അതിൽ കാണാം. അവർ തന്നെ എവരി ബൈക്കിൻ്റെ എല്ലാ ബൈക്കിൻ്റെയും ചെയിനും സ്പോക്കറ്റ് വീലും ചെയിനും അതുപോലെ തന്നെ ടൈമിംഗ് വീല്, ടൈമിംഗ് ചെയിൻ സാധനങ്ങളൊക്കെ ഈ റോളൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്കുണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അവർ പലതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള ചെയിൻ വീല് കണ്ട, ചെയിൻ വീല്, അതിൻ്റെ ടെൻഷനർ, അതുപോലെ ചെയിൻ, ഇത് ടൈമിങ്ങിൻ്റെ ടൈമിംഗ് ഗിയർ വീലും ടൈമിംഗ് ഗിയറുമാണ് കേട്ടോ ക്രാങ്കിൻ്റെ ബൈക്കിൻ്റെ. അപ്പോൾ അങ്ങനെ പല സാധനങ്ങളും ഈ റോളോൺ എന്ന് പറയുന്ന ബ്രാൻഡിന് ഉണ്ട്. എന്തായാലും ഈ പ്രദർശനം എന്ന് പറയുന്നത് വളരെ വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം ഒരുപാട് കമ്പനികളുടെ ഐറ്റംസ് ഒരു കുടക്കീഴിൽ, അതിൽ എന്താ പറയുക, മെക്കാനിക്കുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും അവരുടെ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ കമ്പനിയുടെ ഉപയോഗിക്കാം അതൊക്കെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സെക്ഷനായിരുന്നു കേട്ടോ ഇത്. അത് പോകേണ്ടത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ 4 ദിവസമാണ് തൃശ്ശൂരിൽ ഇതുണ്ടായിരുന്നത്. അവരുടെ സംസ്ഥാന സമ്മേളനത്തിനോട്, ഓൾ കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച് നടപ്പിലാക്കിയ ഒരു ഷോ ആയിരുന്നു ഇത് കേട്ടോ. അതുപോലെ തന്നെ ടാറ്റയുടെ ചെറിയ വണ്ടികളുടെ ഗുഡ്സ് സെക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണത് അടുത്തത് എന്ന് പറഞ്ഞാൽ ടൂൾസ് സെക്ഷൻ ആട്ടോ. ടൂൾസിൻ്റെ ടൂൾസ് ബോക്സ് കാര്യങ്ങൾ, ബൈക്കിൻ്റെ ജാക്ക് സാധനങ്ങളൊക്കെയുള്ള ഒരു സെക്ഷൻ. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ടെക്നീഷ്യൻസിന് ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് കേട്ടോ. അതുപോലെ എന്താ പറയുക, ലെവലിൽ ഡൻറ്റ് ശരിയാക്കുന്ന മെഷീനറികൾ, അലൈൻമെൻറ്റ് മെഷീൻ, അതൊക്കെ ഉള്ള ഒരു സെക്ഷൻ. അതിൻ്റെയൊക്കെ ഡീലർമാരുടെ ഒരു സെക്ഷനാണ് ഇത്. LTS എന്ന് പറയുന്ന ഡീലറുടെ ഒരു സെക്ഷൻ. അപ്പോൾ അലൈൻമെൻറ്റ് മെഷീൻ ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ടിഗ് വെൽഡിങ്, ഡൻറ്റ് ലെവലിംഗ് മെഷീൻ, ആ ഒരു സെഗ്മെൻറ്റാണ് അവർക്കുള്ളത്. ഇത് എന്ന് പറയുന്നത് ബൈക്കുകളുടെ പിസ്റ്റൺ റിങ്സ്, കംപ്രഷൻ റിങ്സ്, ഓയിൽ പ്രഷർ റിങ്സ്, ഇതൊക്കെ ഉള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ബൈക്കുകളുടെ പിസ്റ്റനും കാര്യങ്ങളൊക്കെയാണ് ഇതായിരിക്കണം കേട്ടോ. വളരെ ചെറിയത് പിസ്റ്റനുകളും വലിയ പിസ്റ്റനുകളൊക്കെ ഉണ്ട്. അലുമിനിയം അലോയ് പിസ്റ്റനുകളാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിസ്റ്റൺ റിങ്സ്, പിസ്റ്റനുകൾ, പല വെറൈറ്റി ബൈക്കുകളുടെ പല മോഡൽ പിസ്റ്റനുകൾ, ചെറുതും വലുതായിട്ടുള്ള പിസ്റ്റനുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത്ര നേരം നമ്മൾ ഓട്ടോ എക്സ്പോയുടെ പുറത്തുള്ള സ്റ്റാളുകളാണ് കണ്ടിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അകത്തുള്ള സ്റ്റാളുകൾ ആണ് ഇനി കാണാൻ പോകുന്നത്. ഇത് സെൻട്രലൈസ്ഡ് AC ഉള്ളിലായിരുന്നു, AC സ്റ്റാളുകളാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു വിധത്തിലുള്ള എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡിവാൾട്ടിൻ്റെ ടൂൾസും എക്യുപ്മെൻറ്റ്സും ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്റ്റാളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പല കമ്പനികളുടെ, അതായത് ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ അതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയുള്ള വീഡിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റാളാണ് ഈ കണ്ടത്.
നേരത്തെ കണ്ടത്. ഇത് മറ്റേ കണ്ടില്ലേ, മദർസോ എന്ന് പറഞ്ഞ അടുത്ത കമ്പനിയുടെ ഒരു സ്റ്റാൾ, അവരുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് സ്റ്റോളുകൾ നിറഞ്ഞതായിരുന്നു. സാൻഡർ എന്ന് പറഞ്ഞ മിറർ, അങ്ങനത്തെ ബൈക്കിൻ്റെ മിറർ കാര്യങ്ങളൊക്കെയുള്ള അടുത്തൊരു സ്റ്റാള്. ഒരുപാട് കമ്പനികളുടെ പ്രദർശന നടത്തിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഇത് കാണാൻ ഇപ്പോൾ എന്താ പറയുക, ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു മ്യൂസിക്, ഒരു ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ട് വീഡിയോ കാണിക്കാൻ ഒരു വിഷയമാണല്ലോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പിറൈറ്റ് അടിച്ചിട്ട് പണി കിട്ടുകയാണ്. അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് തിരഞ്ഞു പിടിച്ചിട്ട് കഴിഞ്ഞാലും കോപ്പിറൈറ്റ് കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് പറയേണ്ട അവസ്ഥ ഗതികേട് വന്നത്. ഇതത് ഷോക്കപ്പിൻ്റെ ഒരു സ്റ്റോള്. ആമറോണിന് ബാറ്ററി മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആമറോണിൻ്റെ കൂളൻ്റ്, അതുപോലെ തന്നെ ഓയിൽ, ആ ഒരു സെക്ഷനാണ് കേട്ടോ അത്. നമ്മൾ അടുത്തത് ഹെവി വണ്ടികളുടെ ഒരു സ്റ്റാളാണ്. ഹെവി വണ്ടികളുടെ ഒരു സ്റ്റാളാണ്. വലിയ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റൊക്കെ കണ്ട പല വെറൈറ്റി ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, പിസ്റ്റൺ, ക്രാങ്ക് ബെയറിങ്, പല ടൈപ്പുകൾ പിസ്റ്റണുകൾ, ഈ വക സാധനങ്ങളൊക്കെയാണ്. പിസ്റ്റൺ സ്ലീവ് ഉണ്ടല്ലേ, ബോറിൽ ഇറക്കി വരുന്ന സ്ലീവാണ് ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ആ സ്റ്റോളിൽ കാണാൻ പറ്റി. ആ ഇരിക്കുന്ന നീലപ്പെട്ടിയിലുള്ള പിസ്റ്റൺ റിങ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഷൂം അടിക്കുന്ന ഔട്ടർ പ്ലേറ്റില്ലേ, അതായത് ആസ്പെറ്റോസിൻ്റെ, അതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, ഇത് കണ്ട ഒരു വേറൊരു മോഡൽ ക്ലച്ച് ഡിസ്ക് കണ്ട, ഫുൾ റൗണ്ട് ക്ലച്ച് ഡിസ്ക്കാണ് നമ്മൾ നോർമലി കാണാറ്. ഇത് കണ്ട വലിയ വണ്ടിക്ക് വരുന്ന ഒരു ക്ലച്ച് ഡിസ്ക്കാണ് ആ ക്ലച്ച് ഡിസ്ക്. ഇൻസോട്ടാസിൻ്റെ അടുത്ത സ്റ്റോളാണ് ഈ കാണുന്നത്. അതിൽ ആക്സിലുകൾ, കാര്യങ്ങൾ, സ്റ്റിയറിംഗ് ബോക്സ്, ആക്സിലുകൾ, അങ്ങനത്തെ ഐറ്റംസാണ് അതിലുണ്ടാകുന്നത്. ഇത് മാരുതിയുടെ ആക്സിലാണ് ഉണ്ടായിരിക്കുന്നത്. മാരുതി 800ൻ്റെ ആക്സിലാണ് ഇരിക്കുന്നത്. ഉൾഭാഗം ഇത് ഒരു SUV 500ൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ഇരുന്നുടനെ, അതാണ് ഈ കാണുന്നത്. SUV 500ൻ്റെ സ്റ്റിയറിംഗ് ബോക്സാണ്. ഇങ്ങനെ നിരവധി സ്റ്റാളുകളുണ്ട്. അപ്പോൾ അടുത്തത് ടൂൾസിൻ്റെ ഒരു സ്റ്റാളാണ്. പേജ് ഓട്ടോ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾസിൻ്റെ സ്റ്റാളാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള ടൂൾസ്, അതുപോലെ തന്നെ പേജ് ഓട്ടോമോട്ടീവ്സിൻ്റെ സ്റ്റോൾ. ഇത് അതിലത്തെ മെയിൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, അവർ മെയിനായിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അത്യാവശ്യം ടൂൾസ് ഉള്ള ഒരു ടൂൾസ് ബോക്സാണ് കേട്ടത് അവരുടെ. ഇതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഒരുവിധം പെട്ട ടൂൾസൊക്കെ ആ ടൂൾസ് ബോക്സിലുണ്ട്. ഇനി അവർക്കൊരു അവിടെ ചുറ്റും കാണുന്നതൊക്കെ അവർ തന്നെ സാധനങ്ങളാണ് കേട്ടോ. ഇനി ഒരു ടൂൾ ബോക്സ് ഉണ്ട്, ഒരു 85,000 രൂപ വരുന്ന ടൂൾ ബോക്സ് ആണ് കേട്ടോ. അതിൻ്റെ ഓരോ സെക്ഷനും കണ്ടോ, സ്ക്രൂ ഡ്രൈവർ, ചെറിയ അല്ലെങ്കിൽ ഓരോ സെക്ഷനും കണ്ടോ. ഈ ടൂൾ ബോക്സ് അടക്കം ഈ ടൂൾസ് 85,000 രൂപയാണ് വില പറഞ്ഞത് കേട്ടോ. ഹെവി ടൂൾസ്, ട്യൂബുലർ ബോക്സുകൾ, റിങ്, ഡബിൾ എൻഡ്, അതുപോലെ വൺ സൈഡ്, മറ്റേ ടീ ബോക്സ് പോലത്തെ ബോക്സുകൾ, പ്ലെയർ സെറ്റ്, അതിൽ തന്നെ ഒരുപാട്. പിന്നെ അടിയിലത്തെ 2 കവർ മറ്റേ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ എക്സ്ട്രാ വല്ല ടൂൾസും ഇടാനോ ഇട്ട് വയ്ക്കാനോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടാനായിട്ടുള്ള സ്പെഷ്യൽ ടൂൾസോ വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ അത് ഇടാനായിട്ടുള്ള ഒരു സെക്ഷനാണ് അടിയിലത്തായിരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു സെക്ഷനാണ് ഈ കാണുന്നത്, അതും ടൂൾസിൻ്റെ സെക്ഷനാണ്. ടൂൾസിൻ്റെ സെക്ഷൻ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബോണ്ട്, നമ്മുടെ ഗ്ലാസ് മുട്ടിക്കുന്ന ബോണ്ടില്ലേ, ആ ബോണ്ടിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പുറത്ത് വർക്ക്ഷോപ്പ് ഡ്രസ്സുകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഗോൾഡൻ മോട്ടോഴ്സിൻ്റെ ഒരു സെക്ഷനാണിത്. ഇതിൽ വിവിധ തരത്തിലുള്ള ഫാനുകൾ, AC കംപ്രസറുകൾ, ഇതൊക്കെയാണ് ഗോൾഡൻ മോട്ടോഴ്സിൻ്റെ ആ സ്റ്റോളിൽ ഉണ്ടായിരുന്നത്. AC കണ്ടൻസർ, കംപ്രസറൊക്കെ. വിൻസ് എന്ന് പറയുന്ന ഒരു ഓയിൽ കമ്പനി, ഓയിലിൻ്റെ സ്റ്റോളാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് ഓയിലുകൾ നമ്മൾ അറിയാത്തത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സുപരിചിതമാണ്. ഇതെന്ന് പറയണത് നമ്മുടെ സ്റ്റെബിലൈസർ പ്രോയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ.
അപ്പോൾ അതവിടെ ഒരു ടി വിയിൽ അവർ പ്രദർശനം ഉണ്ടായിരുന്നു. ആ പ്രദർശനത്തിൻ്റെ ഇതാണ് ഇത് ഫിറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ഒരു 5-6 ഷേപ്പ് സൈസ് ഉണ്ട് കേട്ടോ. പല വണ്ടികളുടെയും ഷോക്കപ്പിൻ്റെ ഗ്യാപ്പ് വ്യത്യാസത്തിനും ഷോക്കപ്പിൻ്റെ വലിപ്പ വ്യത്യാസത്തിനും അനുസരിച്ചുള്ള സൈസുകളും കാര്യങ്ങളൊക്കെയാണ് അതുള്ളത്. അപ്പോൾ ഈ സ്റ്റെബിലൈസ് പ്രോ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പും ഫിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള വണ്ടികളുടെ ചാർട്ടും അതുപോലെ തന്നെ ഇരിക്കാനുള്ള കംഫർട്ട്നെസ്സും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അടുത്തൊരു സെക്ഷനാണ് ഈ കാണുന്നത്. ഈ പറഞ്ഞതും ഓയിലിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഓയിൽ മെയിനായിട്ട് ഓയിലുകളാണ് ഇവരുടെ സെക്ഷൻ. അടുത്തൊരു ഓയിലിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഓയിൽ പല ബ്രാൻഡുകൾ നമ്മൾ അറിയപ്പെടാത്തതുണ്ട് കേട്ടോ. ആ അറിയപ്പെടാത്ത ബ്രാൻഡുകളൊക്കെയാണ് സാമുറായി. അറിയപ്പെടാത്ത ബ്രാൻഡുകളാണ് നമുക്ക് ഇപ്പോൾ വേണ്ട. ഈ ബ്രാൻഡ് ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മൾ എല്ലാവർക്കും അറിയപ്പെടണമെന്നില്ല. അടുത്തത് ബൈക്കിൻ്റെ സെക്ഷൻ. ബൈക്കിൻ്റെ ലിഫ്റ്റാണ് കേട്ടോ. ബൈക്കിൻ്റെ ലിഫ്റ്റ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ടൂൾസ് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അതിന് ടൂൾസ് ബോക്സ്, ടൂൾസ് കൊളക്ട് ചെയ്താലുള്ളത്, ഇതൊക്കെ റെഡിമെയ്ഡ് കിട്ടും കേട്ടോ. മേടിച്ച് പിടിപ്പിച്ചാൽ മതി, പൈസ ആവും. അങ്ങനെ റെഡിമെയ്ഡ് കിട്ടും. ഈ വക ഐറ്റംസാണ് അവരുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ അവരിൽ പിന്നെ കംപ്രസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ സെക്ഷൻ. അത് അടുത്തത് ഗിയർ, അതുപോലെ തന്നെ നീഡിൽ ബെയറിങ്, ബോൾ ബെയറിങ്, അങ്ങനത്തെ ഒരു സെക്ഷനാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പലതരത്തിലുള്ള ബെയറിങ്ങുകൾ ഇവിടെ ഉണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടോളൂ കേട്ടോ. അടുത്ത സെക്ഷൻ ഈ സെക്ഷനാണ്. ഇതുവരെ വിവിധ തരത്തിലുള്ള ലോക്ക് സെറ്റുകൾ കാര്യങ്ങളൊക്കെയുള്ള ഒരു സെക്ഷൻ. ലോക്ക് സെറ്റുകളാണ് മെയിൻ. അതുപോലെ തന്നെ ചെറിയ വയറിങ് സെറ്റ്, ലോക്ക് സെറ്റ്, ലോക്കാണ് മെയിൻ ഇവരുടെ. അടുത്തൊരു ഓയിലിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഓയിലുകളൊക്കെ പല വെറൈറ്റി, പല കമ്പനികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെ, മൊബൈൽ ഈ ഓയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. ബൈക്കിൻ്റെ ആയാലും ഇതിലായാലും അവർ തന്നെ വലിയ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ഓയിലുകളും കാര്യങ്ങളും സെമി സിന്തറ്റിക് ആയിട്ടുള്ള പല ടൈപ്പ് ഓയിലുകൾ മൊബൈലിൻ്റെ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ മൊബൈലിൻ്റെ ഒരു സെക്ഷൻ, അടുത്ത സെക്ഷൻ നമ്മളൊരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ മൊബൈൽ. അടുത്തത് ചാമ്പ്യൻ എന്ന് കേട്ടാൽ നമുക്ക് ഏറ്റവും ആദ്യം പ്ലഗുകളാണ് മനസ്സിൽ വരിക കേട്ടോ. അപ്പോൾ ചാമ്പ്യന് പ്ലഗ് മാത്രമല്ല പല സാധനങ്ങളും ചാമ്പ്യനുണ്ട്. അപ്പോൾ ആ സെക്ഷനാണ് ഈ കാണുന്നത്. ഒരു പിസ്റ്റനും അതിൻ്റെ വാൽവും ഒന്ന് നോക്കി വെക്കും. അതിൻ്റെ കംപ്രഷൻ ചേമ്പറൊക്കെ കണ്ട എന്താ വലുപ്പം. അപ്പോൾ ആ ചാമ്പ്യൻ്റെ സ്റ്റോറിൽ കണ്ടതാണ് കേട്ടോ. ഇത് റാണയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരിക ബോൾ ജോയിൻ്റ്, അതുപോലെ തന്നെ സ്റ്റീറിങ് ബോക്സൊക്കെയാണ് പെട്ടെന്ന് വരിക. പക്ഷേ ഞാനാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് റാണയുടെ സെക്ഷൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു സെക്ഷനാണ്. ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് ഷൂ, ഇതൊക്കെ റാണയിൽ വരുന്നതാണ്. റാണ വലിയ വണ്ടികളിലോട്ട് ചെറിയ വണ്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ റാണയുടെ. ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റൊക്കെ. ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റൊക്കെ നമ്മൾ റാണയുടെ അത്ര സുപരിചിതമല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ മാരുതി മാത്രം പണിയണ കാരണമെന്ന് അറിയില്ല. അപ്പോൾ അല്ലോയിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഡയമണ്ട് ചെയിൻ പോക്കറ്റ് കുറച്ച് ഫേമസ് തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു 4-വീലർ മെക്കാനിക് ആയ കാരണം വലിയ അറിവില്ല. എന്നാലും ഡയമണ്ട് ചെയിൻ പോക്കറ്റ് നല്ല ക്വാളിറ്റിയുള്ള ചെയിൻ പോക്കറ്റാണ് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് നമ്മുടെ വർക്ക് കിട്ടേണ്ട ഒരു ആപ്പാണ് കണ്ടത് കേട്ടോ. അടുത്തത് ഒരു സ്കൂട്ടർ സെക്ഷൻ. അടുത്തത് ലൂമാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ പല സാധനങ്ങളും ലുമാക്സിൻ്റെ നമുക്ക് നിരവധി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലുമാക്സിൻ്റെ സെക്ഷനാണ് ഡ്യുവൻ്റെ ഹെഡ്, വെറൈറ്റി LED വരുന്ന ഹെഡ്, അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റ് LED വരുന്ന ടൈപ്പ് അവർ ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. 1000-ന് താഴെയാണ് വില എന്നാണ് പറഞ്ഞത്. 2000-ന് താഴെയാണ് വില. കറക്റ്റ് എനിക്ക് 1200, 2000-ന് താഴെയാണ് വില. എന്തായാലും ഞാൻ പറഞ്ഞവരെൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ലുമാക്സിന്
സ്പ്ലെൻഡർ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ലൂമാക്സിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ലൂമാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട്. അപ്പോൾ നോക്കുക. അടുത്തൊരു സെക്ഷനാണ് ഇതേ കണ്ടില്ലേ, ഇത് ബൈക്കുകളുടെ കംപ്ലീറ്റ് ബോഡി കിറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോഡി കിറ്റിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. ഓൾ ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിൾ ബോഡി പാർട്സ്, അതാണ് ആ സെക്ഷൻ. പറഞ്ഞ മാതിരി വെൽഡിങ് സെറ്റ്, അതുപോലെ തന്നെ ഡെൻറ്റ് പുള്ളർ, അതിൻ്റെ ഒരു സെക്ഷനാണ് ഈ പറഞ്ഞ ബ്ലൂ പോയിൻറ്റിൻ്റെ സെക്ഷൻ. ബ്ലൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ വീഡോളിൻ്റെ എൻജിൻ ഓയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വീഡോൾ കാണുമ്പോൾ എപ്പോഴും എൻജിൻ ഓയിൽ എന്നുള്ളൊരു പ്രതീതിയാണ്. ഇതിപ്പോൾ വീഡോളിൻ്റെ എൻജിൻ ഓയിലിൻ്റെ സെക്ഷനാണ് ഈ കണ്ടത് കേട്ടോ. പ്ലസ് മാർക്കറ്റിംഗ്, അതിൻ്റെയും എൻജിൻ ഓയിൽ കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വെറൈറ്റി എൻജിൻ ഓയിലുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. റൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരിക പെട്ടെന്ന്? ഹോണുകളിൽ. അപ്പോൾ റൂട്ട്സിന് ഹോണുകൾ മാത്രമല്ല, ഈ കാണുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് റൂട്ട്സിൻ്റെ ഹോണാണ്. ഈ ടൈപ്പ് ഹോണല്ല നമുക്ക് റൂട്ട്സിൻ്റെ മനസ്സിൽ വരിക. റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഹോണാണ് മനസ്സിൽ വരിക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിലുണ്ട കണ്ട അടിയിൽ കണ്ട ആ സെക്ഷൻ, ആ ടൈപ്പ് ഹോണുകളാണ് നമുക്ക് റൂട്ട്സിൻ്റെ മെയിനായിട്ട് മനസ്സിൽ വരിക. അപ്പോൾ റൂട്ട്സിൻ്റെ സെക്ഷനുണ്ട്. അടുത്തത് ഈ ഹെവി എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ ഒരു സെക്ഷനാണ്. ഇത് തൃശ്ശൂരുള്ള ഒരു ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പേര് ഞാൻ മറന്നുപോയി. തൃശ്ശൂർ എർക്കോമയുടെ സെക്ഷനായിരുന്നു ആ കണ്ടത്. ഇത് ബെയറിങ്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു സെക്ഷൻ. അതായത് ബുഷ് ബെയറിംഗ് എന്ന് പറയും. ബുഷ് ബെയറിങ്, നീഡ് ബെയറിങ്ങും ബോൾ ബെയറിങ്ങും അല്ലാണ്ട് ബുഷ് ബെയറിങ് എന്ന് പറയും. അതിൻ്റെ സ്ലീവുകൾ, കിങ് പിന്ന്, അങ്ങനത്തെ അത് മാത്രമുള്ള ഒരു സെക്ഷനാണ് ഈ കണ്ടത് കേട്ടോ. ഒരുപാട് സെക്ഷനുണ്ട്, ഒരുപാട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, അതുപോലെ തന്നെ കണ്ടില്ലേ ലോവർ ആം, അങ്ങനെ ഒരുപാട്. ബോൾ ജോയിൻറ്റ്, തൈറോയ്ഡൻറ്റ്, അത് ആ കമ്പനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് നിലവിൽ ഉള്ളത്. അടുത്ത കമ്പനി എന്ന് പറയുന്നത് കണ്ടോ, ഇതും മെയിൻ ബ്രേക്കിൻ്റെ ചെയിനും സ്പോക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ബൈക്കിൻ്റെ ബ്രേക്കല്ല, ബൈക്കിൻ്റെ ചെയിനും സ്പോക്കറ്റും കാര്യങ്ങളൊക്കെയുള്ള ആണ്. ഇത് ജംമേറ്റ് കണ്ട, ഇതൊരു മൊബൈലിൻ്റെ നമ്മുടെ ചാർജർ, അതായത് ബാറ്ററി ബാക്കപ്പ് ഇല്ലേ, പവർ ബാങ്ക്, ആ പവർ ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് ജമ്പ് സ്റ്റാർട്ടർ, കാറിൻ്റെ ജമ്പ് സ്റ്റാർട്ടിങ് നടത്താൻ പറ്റുന്ന, ഇത്ര ചെറിയ ബാറ്ററി കൊണ്ട് നമുക്ക് ജമ്പ് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. മൊബൈൽ ചാർജർ പോലെ ചെറുതായിട്ട് മറ്റേ പവർ ബാങ്ക് കയ്യിൽ പിടിച്ച് നടക്കാൻ പറ്റും. കുറച്ചും കൂടി വലിയ ഇതുള്ള ബസ്സിന് സ്റ്റാർട്ട് ചെയ്യണതാണ് 24 വോൾട്ടിൻ്റെ കാണിച്ചെന്ന് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി ബാറ്ററി ഡൗൺ ആയിപ്പോയി, കുറച്ച് നേരം ലൈറ്റ് ഇട്ടിട്ട് ബാറ്ററി ഡൗൺ ആയിപ്പോയി, മറന്നിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ബാറ്ററി ഡൗൺ ആയിപ്പോയി കഴിഞ്ഞ് വെച്ചെങ്കിൽ ആ ബാറ്ററി ഡൗൺ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പെട്ടെന്നൊരു ചെറിയ ക്വിക്ക് സ്റ്റാർട്ടിന് ഇത് ധാരാളം. അതാണ് അവർ പറയണത് കേട്ടോ. ഇതാണ് ഗ്ലോബൽ ഓട്ടോമൊബൈൽസിൻ്റെ പ്രോഡക്റ്റാണ്. ഇതാണ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ. ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത സെക്ഷനാണ് ഇത്. മെക്കാനിക്കൾക്ക് ഉപയോഗമുള്ള ഒരു സെക്ഷനാണ്. അതുലിൻ്റെ നമ്മുടെ സ്കാനിങ് ടൂൾസിൻ്റെ സെക്ഷനാണ് ഇത് ഈ പറയുന്നത്. എക്സ്2ൻ്റെ സ്കാനിങ് ടൂൾസിൻ്റെ സെക്ഷനാണ്. സ്കാനിങ് ടൂൾസിൻ്റെ സെക്ഷനാണ് കാണുന്നത്. ഇത് നമുക്കറിയാമല്ലോ, WD-40 എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം. അപ്പോൾ WD-40 അവരുടേതായിട്ടുള്ള കുറച്ച് ഇതിൻ്റെ സെക്ഷനാണ് കാണുന്നത്. അടുത്ത ഒരു ലൂബ്രിക്കൻ്റാണ് ഈ കാണുന്നത് കേട്ടോ. അടുത്ത ലൂബ്രിക്കൻ്റാണ് ഈ കാണുന്നത്. ഇത് വേറൊരു ലൂബ്രിക്കൻ്റിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ലൂബ്രിക്കൻ്റ് നമ്മൾ അറിയാത്ത ലൂബ്രിക്കൻസ് ഉണ്ട് കേട്ടോ. മനസ്സിലായി, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളറിയാത്തത്. അടുത്തത് ബൈക്കിൻ്റെ ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ്, ആ സെക്ഷനാണ് ഈ കാണുന്നത്. ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് അങ്ങനത്തെ ഒരു സെക്ഷൻ. FCC കമ്പനിയുടെ ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ്, ആ സെക്ഷൻ. അതുപോലെ അവർക്ക് വയറിങ് കുറച്ചത് സ്കൂട്ടറിന് ഉപയോഗിക്കുന്ന ഐറ്റംസ്, സ്കൂട്ടറിൻ്റെ ക്ലച്ച്,
ബ്രേക്ക് പാഡ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അടുത്ത് ചെയിൻ പുള്ളി, അതുപോലെ തന്നെ ബെൽറ്റ് ടെൻഷനർ കാര്യങ്ങൾ, ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എയർ ക്ലീനറിൻ്റെ സെഗ്മെൻറ്റാണ് ഇത്. ഹൊലിക്സിൻ്റെ ബൾബ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയുള്ള ഒരു സെക്ഷനാണ്. ഹൊലിക്സിൻ്റെ ബൾബും ലൈറ്റൊക്കെ നമ്മൾ ഒരുപാട് നമുക്കറിയണതാണ്, ഒരുപാട് ഉപയോഗിക്കാറുള്ളതാണ് കേട്ടോ. ഫ്രിക്ഷൻ ടക്കിൻ്റെ അടുത്ത ഇത് ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് ഷൂ, അങ്ങനെ ഒക്കെയുള്ള ക്ലച്ച് ഷൂ ഒക്കെയുള്ള ഒരു സെക്ഷൻ. അടുത്ത അവിടെ വന്നിട്ടുള്ളൊരു ടൂൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതിന് സെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ സെയിൽസ് വരുന്നുണ്ട്. ഡെമോവാണ് കൂടുതൽ വന്നിട്ടുള്ളത്, സെയിൽസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡെമോയാണ് അവർക്ക് കൂടുതൽ. വീണ്ടും അമറോണിൻ്റെ ബാറ്ററിയുടെ ഒരു സെക്ഷൻ, ബാറ്ററിയുടെ സെക്ഷൻ. മാക്കിൻ്റെ എഞ്ചിൻ ഓയിൽ, ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് മാക്ക്, അതിൻ്റെ എഞ്ചിൻ ഓയിൽ, അതുപോലെയുള്ള സാധനങ്ങളുടെ ഒരു സെക്ഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് പരിചിതമായിട്ടുള്ളൊരു സാധനമാണ്. അടുത്തത് മോട്ടോൾ ലൂബ്രിക്കൻ്റ്, നമുക്കും പരിചയമായിട്ടുള്ള ഒരു സാധനമാണ് മോട്ടോൾ. പുതിയതെന്നല്ല, കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റാണ്. അത്യാവശ്യം കടകളിലൊക്കെ നമ്മൾ കാണുന്നൊരു ലൂബ്രിക്കൻ്റാണ് കേട്ടോ. അടുത്തത് കണ്ടില്ലേ, വെൽഡിങ് സെറ്റ്, ഡെൻറ്റ് പുള്ളർ, ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ് കുറച്ച്. പിന്നെ ഇത് പാലക്കാടുള്ള ഈ നമ്മുടെ ഓട്ടോറിക്ഷകൾക്ക് ഹൈറ്റ് കൂട്ടണം, അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബുഷ് സാധനങ്ങളൊക്കെ, ഓയിൽ സീൽസ് അതൊക്കെ കിട്ടണതും, അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ് റിപ്പയർ ചെയ്യണമായിട്ടുള്ള രാമചന്ദ്ര, എന്നെയാണ് ഓർമ്മ കേട്ടോ, രാമചന്ദ്രയുടെ ഒരു സെക്ഷനാണ്. അടുത്ത സെക്ഷൻ ഉണ്ടോ, അവരുടെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഐറ്റംസ് എന്ന് പറയുന്നത് ബൾബ്, അതുപോലെ തന്നെ ഉള്ള ഐറ്റംസാണ്, ലൈറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് അവരുടെ. അടുത്തത് ക്ലച്ച് സെറ്റ്, പ്രഷർ പ്ലേറ്റ്, ബൈക്കിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡോമീറ്റർ, ബ്രേക്ക് കേബിൾ, അതിൻ്റെ ഒരു സെക്ഷനാണ്. അടുത്തത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ബ്രേക്ക് പാഡ്, ചെറിയ ബ്രേക്ക് പാഡ് ഉണ്ട്, ബ്രേക്ക് ഷൂസ്, ക്ലച്ച് ഷൂസ് സാധനങ്ങളൊക്കെ. മെക്കീറ്റയുടെ പവർ ടൂൾസാണ് ഈ കാണുന്നത് കേട്ടോ. മെക്കീറ്റയുടെ പവർ ടൂൾസ് എന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളാണ്, അത്യാവശ്യം നല്ല വിലയുണ്ട്. പക്ഷേ ഒരുപാട് നല്ല ലൈഫ് കിട്ടുന്ന ടൂൾസാണ് മെക്കീറ്റ, തൊപ്പാരിയ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ മെക്കീറ്റയുടെ സെക്ഷനാണ് ഈ കാണുന്നത്. അത് തന്നെ മെക്കീറ്റയുടെ സാധനത്തിന് 35,000-40,000 വില കേട്ടോ. പക്ഷേ അത് അത്രയും കാലം നിൽക്കും, ആ കാര്യത്തിൽ സംശയം വേണ്ട. 47,500 മെക്കീറ്റയുടെ ഗണ്ണിന്, നെറ്റ് ബോൾട്ട് അയക്കുന്ന ഗണ്ണിന്. അടുത്തതൊരു മെക്കീറ്റയുടെ അടുത്ത ഗണ്ണ് കുറച്ചും കൂടി ഇത് കുറഞ്ഞത്. നേരെ കുറച്ച് ലോക്കൽ ഗണ്ണുകൾ, കോയമ്പത്തൂർ മെയ്ഡ് ഗണ്ണുകൾക്ക് 5,500 രൂപ. അത് അതിനുള്ള ഇതുണ്ടാവുള്ളത്. അതുകൊണ്ട് മെക്കീറ്റയുടെ ഗണ്ണുകൊണ്ട് ഒരു വലിയ നെറ്റ് ബോൾട്ട് അയക്കുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ് അദ്ദേഹം. അടുത്ത ടൂൾസിൻ്റെ സെക്ഷൻ കണ്ട, കൊച്ചിയിലുണ്ടാക്കുന്ന ഒരു ടൂൾസ് തന്നെയാണ് കേട്ടോ. കൊച്ചിൻ ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾസിൻ്റെ സെക്ഷനാണ് നേരത്തെ കണ്ടത്. ഇത് ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക് സാധനത്തിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കമ്പനികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് മെക്കാനിക്സിനും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകാർക്കും അതുപോലെ തന്നെ പൊതുജനത്തിനും കാണിക്കാനായിട്ട് ഈ പറഞ്ഞ എക്സിബിഷന് സാധിച്ചു കേട്ടോ. ഇത് വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ ഈ എക്സിബിഷന് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കമ്പനികൾ ഞാനിത് ഒരു കുടക്കീഴിൽ എവിടെയും കണ്ടിട്ടില്ല. ടോട്ടലിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ, ടോട്ടൽ കാർ കെയറിൻ്റെ പ്രോഡക്റ്റുകളുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്യണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. തൃശ്ശൂരുള്ള അവരുടെ ഡീലറാണ് ഈ കാണുന്നത് കേട്ടോ. അവരുപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ കാർ ബ്യൂട്ടിഫിക്കേഷൻ പാക്കേജുകൾ, അതായത് എന്താ പറയുക, പോളിഷിങ്, റബ്ബിങ്, അതൊക്കെ പറഞ്ഞ ഒരിതാണ്. പിന്നെ ഇത് ആൾട്ടർനേറ്റർ, അതിൻ്റെ ഉള്ളിലത്തെ ഇന്നർ പാർട്ടിക്കിൾസ്, AC കംപ്രസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ. അടുത്ത സെക്ഷൻ കണ്ടോ, അടുത്ത സെക്ഷനും അതുപോലെ തന്നെയുള്ള എന്താ പറയുക, ടർബോൻ്റെ ഫ്യൂവൽ പമ്പുകൾ, അതൊക്കെയുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഫ്യൂവൽ പമ്പ്, ടർബോ, അങ്ങനത്തെ ഐറ്റംസ് ഉള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ജർമ്മൻ ഓട്ടോ പാർട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതായത്
കണ്ടില്ലേ, ഓഡി, പോർഷെ, വോൾക്സ് വാഗൺ, ജാഗ്വർ, ലാൻഡ് റോവർ, BMW, വോൾവോ, ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കേരളത്തിൽ അവൈലബിൾ ആക്കുന്നത് ഈ പറഞ്ഞ ജർമ്മൻ ഓട്ടോ പാർട്സ് ആണ്. ഇവരിപ്പോൾ മണ്ണുത്തിയിൽ അതിൻ്റെ ഒരു സ്പെയർ പാർട്സ് ഷോപ്പ് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ കൊച്ചിയിലാണ് ഉള്ളതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ഈ വക എല്ലാ വണ്ടി, മിനി കൂപ്പർ, ജാഗ്വർ, പോർഷെ, ഓഡി, BMW, അങ്ങനെ എല്ലാ വണ്ടികളും, ജർമ്മൻ വണ്ടികളുടെ എല്ലാവരുടെയും സ്പെയർ പാർട്സ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്പറൊക്കെ അതാ കാണുന്നു കേട്ടോ. അടുത്തത് ബമ്പർ കിറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ടീമുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ. പലതരത്തിലുള്ള ബമ്പർ കിറ്റുകൾ, വെറൈറ്റി ബമ്പർ കിറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ടീമുകളുടെ സെക്ഷനാണ് ഈ കാണുന്നത്. ഇതിൽ ലൈറ്റുകൾ, ഓൾട്രേഷൻ കാര്യങ്ങളുടെ സ്റ്റോളാണ് കേട്ടോ. ഡെൻസോ ഡീസൽ റൂട്ട് എന്ന് പറഞ്ഞ എറണാകുളം കമ്പനിയുടെ സ്റ്റോളാണ്. ഇവിടെ മെയിനായിട്ട് ഡീസൽ ഫ്യൂൽ സിസ്റ്റം, കോമൺ റെയിൽ സിസ്റ്റത്തിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവർ അധികം സ്പെയർ പാർട്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ള ഇഞ്ചക്ടർ ഉണ്ട്, ഫ്യൂവൽ പമ്പ് ഉണ്ട്, അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രോഡക്റ്റുകൾ. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഫിഗറുകളും കാര്യങ്ങളൊക്കെ, ഇഞ്ചക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഫിഗർ, ആ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് അവരുടെ സ്പെയർ പാർട്സുകൾ അധികം ഇല്ല എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വീലർ സ്പെയർ പാർട്സ് രംഗത്തുള്ള മെയിനായിട്ട് ലൈറ്റുകൾ ഉള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ലൈറ്റ്, ഹോൺസ് കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷൻ. ഈ ഫിഷ് ടാങ്കിൽ ലൈറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുള്ളതാണ് ആ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക്. ബാക്ക് കോമ്പിനേഷൻ ലൈറ്റാണ്, അത് റിയർ കോമ്പിനേഷൻ ലൈറ്റാണ് കണ്ടത്. അടുത്ത ഒരു സ്കോഡ, വോൾക്സ്വാഗൺ, ഓഡി, പോർഷെ ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന അടുത്ത ഒരു സെക്ഷനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഈ ജർമ്മൻ വണ്ടികളുടെ സ്പെയർ പാർട്സ് 1-2 ടീമുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സെക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അവരുടെ കമ്പനിയുടെ പേര് കണ്ടോളൂ കേട്ടോ. അവരുടെ ഓയിലുകൾ, കംപ്രസറുകൾ, അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ജർമ്മൻ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഓയിൽ കൂളർ, ഇൻ്റർ കൂളർ, അതുപോലെ ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് പാഡ്സ്, അങ്ങനത്തെ ഐറ്റംസ്. അടുത്ത ഒരു സെക്ഷനാണ് ഇത്. അതിൽ തന്നെ പെടുന്ന സെക്ഷനാണ് കേട്ടോ. അവരുടെ പല വിധത്തിലുള്ള എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കാണുന്നു. അടുത്ത നൈപുണ്യം മോട്ടോർ സ്പെയർസിൻ്റെ സ്റ്റാളാണ് കേട്ടോ. ഈ ഓട്ടോമൊബൈൽ സാധനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. CK എൻ്റർപ്രൈസിൻ്റെ അടുത്ത സ്റ്റോള് മെയിനായിട്ട് ഇത് 3 വീലറിൻ്റെ ഐറ്റംസാണ് കേട്ടോ. 3 വീലർ, ആപ്പ, അങ്ങനത്തെ വണ്ടികളുടെ ബോഡി ഐറ്റംസും അതുപോലെ തന്നെ ഡീസൽ ഹോസ് കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഇത്. 3 വീലറാണ് മെയിൻ. 3 വീലറിൻ്റെ ജെന്യൂൻ സ്പെയർ പാർട്സ് വെക്കുന്ന ഒരു സ്വദേശി, തൃശ്ശൂരിലാണ് കേട്ടോ സ്വദേശി അസോസിയേറ്റ്, തൃശ്ശൂരുണ്ട് അവരുടെ ഇത്. അടുത്തത് ടിഗ് വെൽഡിങ്, മിഗ് വെൽഡിങ്, അലുമിനിയം വെൽഡിങ്, ഇതൊക്കെ അതിൻ്റെ മെഷീനറീസ് വിൽക്കുന്ന ഒരു ഇതാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അവിടെ ആരും ഞാൻ കണ്ടില്ല, അത് കാരണം അതിന് വല്ലാണ്ട്. വണ്ടികളുടെ സ്കാനിങ് സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. സ്കാനറുകൾ കാര്യങ്ങളൊക്കെ, അതിൻ്റെ സ്കാനിങ് സെക്ഷൻ അല്ല, ടെക്നീഷ്യന്മാരെ അത് പഠിപ്പിക്കാനുള്ള കോഴ്സ് ക്യാൻവാസിങ് സെക്ഷനായിരുന്നത്. ഒരു ബുള്ളറ്റിൻ്റെ സ്പെയർ പാർട്സുകൾ പലതും, എൻജിനും സാധനങ്ങളും ഒക്കെ അഴിച്ചു വെച്ചിട്ടുള്ള ഒരു സെക്ഷനായിരുന്നത്. ഈ സെക്ഷനോട് കൂടിയിട്ട് ഏകദേശം അവിടുത്തെ ഇത് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് കണ്ടു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.